ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി ഞാൻ ഉദ്ദേശിക്കുന്നത് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 സവാള ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ തൊലി കളഞ്ഞെടുത്തപ്പോഴത്തേക്കും എൻ്റെ അനിയൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് ആ പണി അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇത് മര്യാദയ്ക്ക് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ടൈം കൊണ്ട് ഞാൻ 2 മുട്ട എടുത്ത് പുഴുങ്ങാനിട്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തൊലി കളഞ്ഞൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അവൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കേട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞു നിന്നു. അടുക്കളയിൽ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര രസമായിട്ട് കുക്കൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനതൊക്കെ നീറ്റാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ ടൈം കൊണ്ട് അവൻ സവാളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് മൺചട്ടിയിലാണ് എഗ് കറി വെക്കുന്നത്. അപ്പം അതൊക്കെ ചൂടായി വന്നതിന് ശേഷം 2 പാട്ടൊക്കെ പാടി ഇത് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിച്ചു. അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലഞ്ചിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിയൽ വെക്കാം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ടൈം കൊണ്ട് എനിക്ക് അരി, അതായത് ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റുകയാണ്. റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ച് സൈഡിലോട്ട് ആക്കിയതിന് ശേഷം എൻ്റെ അവിയൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. അവിയൽ റെഡിയായി. പിന്നെ അതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് രസവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലഞ്ച് ഇത്രയാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.